अस्तु अस्माकं संस्कृतपठनम् आरम्भं कुर्मः। श्रीरामोदन्तं वयं पठामः। तृतीयं श्लोकम् अभवत्। श्रीपतिं प्रणिपत्याहं श्रीवत्साङ्गितवक्षसं श्रीरामोदन्तमाख्यास्ये श्रीवाल्मीकिप्रकीर्तितम्। अनन्तरं पुरा विश्रवसः पुत्रो रावणो नाम राक्षसः आसीदस्य अनुजौ शास्तां कुम्भकर्णविभीषणौ। तृतीयं श्लोकं ते तु तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं वव्रिरे च वरानिष्ठानस्मादाश्रितवत्सलात्। एवमस्ति। तस्य पदच्छेदं वयं कृतवन्तः गतदिने। ते तु तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं वव्रिरे च वरान् इष्टान् अस्मात् आश्रितवत्सलात्। एवम् अस्माभिः कृतम् अस्ति। अनन्तरं एकैकस्यापि विभक्ति ते तच्छब्दं पुल्लिङ्गं बहुवचनं। प्रथमा बहुवचनम् अस्ति तु इति अव्ययमस्ति। तीव्रेण इत्युक्ते अकारान्तं नपुंसकलिङ्गं। तृतीया एकवचनमस्ति। तपसा इत्युक्ते तपस् शब्दं सकारान्तशब्दं। तस्य तृतीया एकवचनमस्ति। नपुंसकलिङ्गरूपम् अस्ति। तपः तपसि तपांसि एवम्। अनन्तरं प्रत्यक्षीकृत्य। प्रत्यक्षीकृत्य इत्युक्ते ल्यबन्तम् अव्ययम् अस्ति। वेधसं सकारान्तरूपं सकारान्तरूपम् अस्ति। पूर्वं पठितवन्तः सकारान्तरूपं वेधाः वेधसौ वेधसा एवम्। तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं वव्रे। वव्रे इत्युक्ते लिट् वृ धातु लिट् वव्रिरे अस्ति। प्रथमा पुरुष बहुवचनमस्ति। तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं वव्रिरे च अव्ययं। वरान् इत्युक्ते अकारान्तं द्वितीया बहुवचनमस्ति। पुल्लिङ्गरूपमस्ति वरान्। अतः पुल्लिङ्गरूपमस्ति। अकारान्तपुल्लिङ्ग द्वितीया बहुवचनम्। इष्टान् तदपि अकारान्तपुल्लिङ्गं द्वितीया बहुवचनमस्ति। अस्माद् तद्रूपं वयं कृतवन्तः। पञ्चमी एकवचनमस्ति। अयम् अयम् इमौ इमे। आश्रितवत्सलात् अकारान्त पुल्लिङ्ग पञ्चमी एकवचनं रूपमस्ति। एवं कृतवन्तः। ഇവിടെ വരാനുള്ളതിന്റെ ധാതു വരുന്നാണ്. ഏതാണ് വരാൻ ഇഷ്ടാൻ എന്നൊക്കെ ഉള്ളതിന്റെ ധാതു? വരാൻ ഇഷ്ടാൻ എന്നുള്ളത് ധാതു അല്ലല്ലോ, അത് നാമരൂപല്ലേ? നാമരൂപം. നാമരൂപാണ്. അകാരാന്ത രൂപം. അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ബഹുവചനം. ദ്വിതീയ ബഹുവചനം. നാമരൂപമാണല്ലേ? നാമരൂപമാണ്. വരാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? അത് നാമരൂപമായിട്ട് വര വരൗ വരാ. ഹേ വര ഹേ വരൗ ഹേ വരാ. വരം വരൗ വരാൻ. വരേണ വരാഭ്യാം വരൈ. വൃക്ഷാൻ
രാമാൻ എവം വരാൻ വര വരൗ വരാ അകാരാന്ത പുല്ലിംഗം പരശബ്ദം. ശരി. വരം എന്നുള്ളതാണ്. അർത്ഥം എന്താ? വരം തന്നെയാണോ? വരം തന്നെയാണ്, വരം തന്നെയാണ് അതിന്റെ അർത്ഥം. വരം എന്നാണ് അതിന്റെ അർത്ഥം. വവ്രയുടെ ധാതു വൃ എന്നുള്ള ധാതുവാണ്. മാത്രമേ ഉള്ളൂ. ഏതാ? വവ്രയുടെ വൃ ധാതുവാണോ അതോ ധാതുവാണ്. വൃങ്ങന്നല്ലേ പറഞ്ഞ? ഏതാണ്? അന്ന് ഏതാണ്? വൃങ് പറഞ്ഞു തോന്നി. വൃധാതു, വൃധാതു. അതിന് ചിലപ്പോ വൃഞ്ഞെന്നൊക്കെ ഉണ്ടാവാം. അത് ഇത്തായിട്ട് പോകും, അത് ലോപിച്ചു പോകുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ വൃ എന്ന് എടുത്താലും മതി, കുഴപ്പമില്ല. അതായത് ഡുകൃഞ്ഞ് ധാതു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതില് ഡു എന്നുള്ളതും ഞ് എന്നുള്ളതും ഒക്കെ ലോപിച്ച് വന്നിട്ട് കൃ ധാതു എന്ന് പറയാറുണ്ട് സാധാരണ. അതിന്റെ രൂപം പഠിക്കുമ്പോൾ ഡുകൃഞ്ഞ് കരണേ എന്നൊക്കെ നമുക്ക് പഠിക്കും. പക്ഷെ ഇത് കൃ ധാതു എന്ന് പൊതുവായിട്ട് പറയാറുണ്ട് എന്നർത്ഥം. അതേപോലെയാണ് വൃ ധാതു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ തേതു അസ്മാത് ആശ്രിത വചനം. അനന്തരം വിഭക്തി. വരം, വരം എന്ന് പറയുമ്പോ അപ്പൊ അത് നപുംസകാവില്ലേ? വരാൻ എന്ന് വരണം എന്നുണ്ടെങ്കില് ശരിയാ, വരാനി. ശരിയാ ശരിയാ ശരിയാ. വരം വരേ മറ്റേതാകുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വര എന്നുള്ള പുല്ലിംഗ രൂപം തന്നെയാണ്. വരം എന്നുള്ളത് പുല്ലിംഗ രൂപമാണെന്ന് അർത്ഥം. അതെ, അപ്പൊ സംസ്കൃതത്തിൽ പറയുമ്പോ വരാഹ എന്നേ ഉള്ളൂന്ന്, വരാ തന്നെയാണെന്ന്. അതെ അതെ അതെ, വര. ഏതാ? വര തന്നെയുള്ളൂ എന്നല്ല, വരം എന്നല്ല. അല്ല, വരം എന്നല്ല, വരം എന്നല്ല. വരം എന്നായാല് ദ്വിതീയായി. വേധസത്തിന്റെ അർത്ഥം എന്താ വരിക? ഏതാ? വേധസ്. അത് നമുക്ക് പറയാം. വേദസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് ആണ് വേദസ് എന്ന് പറഞ്ഞാൽ. അത് നിന്നുപോയതാ. ഷെയറിങ്. ആശ്രിത വത്സലാത് വരെ എഴുതി. അകാരാന്ത പുല്ലിംഗ പഞ്ചമി ഏകവചനം. ആശ്രിത. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞല്ലോ. അതെ. അത് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, അതെന്താന്ന് മനസ്സിലാവുന്നില്ല.
കാണുന്നില്ല അല്ലെ? കാണുന്നുണ്ടോ? ഇല്ല കാണുന്നില്ല. എന്താ അതങ്ങനെ? ശരി. ഇതാനി സമ്യക് അഭവത്. തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ തേജസം വവ്രിരേ ച വരാൻ ഇഷ്ടാൻ അസ്മാത് ആശ്രിത വത്സലാവ്. ഒരു ശ്ലോകം കിട്ടിക്കഴിഞ്ഞാല് പദച്ഛേദം ചെയ്തുകൊണ്ട് വിഭക്തികൾ അറിഞ്ഞുടൻ അങ്ങുമിങ്ങും ഇരിക്കുന്ന, ഇനി അങ്ങുമിങ്ങും ഇരിക്കുന്ന പദങ്ങളെ യഥാവലി ചേരുന്നപടി ചേർക്കണം. അതിനുള്ള ക്രിയാപദങ്ങളെ കണ്ടുപിടിക്കുക ആദ്യം വേണ്ടത്. ക്രിയാപദങ്ങൾ എന്ന് പറഞ്ഞാല് ഇതില് വവ്രിരേ എന്നുള്ളൊരു ക്രിയാപദം ഉണ്ട്. പിന്നെ ഒരു പ്രത്യക്ഷീകൃത്യ എന്നുള്ള ഒരു ക്രിയാപദം അത് മുഴുവനായിട്ടുള്ള ക്രിയാപദമല്ല, പ്രത്യക്ഷീകരണം എന്നുള്ളതിന്റെ ലബന്ധമവ്യമായിട്ട് വരുന്ന അതുമുണ്ട്. അങ്ങനെ ആണ് രണ്ട് ഇത് വരുന്നത്. അപ്പൊ അതില് ആദ്യം വവ്രിരേ എന്നുള്ളത് ക്രിയാപദത്തെ എടുക്കാം. വവ്രിരേ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരിച്ചു എന്നുള്ളതാണ്. വരിക്കുക, ലഭിച്ചു എന്നൊക്കെ അർത്ഥം പറയാം. വരിച്ചു എന്ന്, അതിനെ സ്വീകരിച്ചു. ഒരാളെ വരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മരണത്തെ വരിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ വരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിച്ചു എന്നുള്ളൊരർത്ഥം. വരിച്ചു. അപ്പോ ഇനി ആ വവ്രിരേ എന്നുള്ള ക്രിയാപദത്തോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ വേണം ചോദിക്കണം. എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല, അതിൽ ഉത്തരം കിട്ടുന്ന ചോദ്യം തന്നെ ചോദിക്കണം. അപ്പോ കേ വവ്രിരേ എന്ന് ചോദിക്കാം. ആരാണ് വവ്രിരേ? കേ വവ്രിരേ, ആര്? വവ്രിരേ. വവ്രിരേ എന്ന് പറഞ്ഞാല് വരിച്ചു എന്നാണ് അർത്ഥം. അപ്പോ അവിടെ കേ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇതില് കേ എന്ന് പറഞ്ഞാൽ പ്രഥമ കൗ കേ, അപ്പോഴ് ബഹുവചനമാണ്. അപ്പോ ബഹുവചനം തന്നെ ഉത്തരം കിട്ടണം. അങ്ങനെയുള്ള രൂപം ഏതാണെന്ന് നോക്കാം. അത് പിന്നെ പ്രഥമ ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ളത് തേ എന്ന് മാത്രമാണ്. തേ എന്നുള്ളതാണ്. അപ്പൊ തേ വവ്രിരേ, തേ വവ്രിരേ. പിന്നെ ചോദിക്കുക താൻ വവ്രിരേ, എന്തിനെയൊക്കെയാണ് വവ്രിരേ? എന്തിനെ നേടി എന്ന് ചോദിക്കില്ലേ? വരിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് വരിച്ചത്, എന്തിനെയാണ് നേടിയത്? അപ്പൊ വരാൻ എന്നുള്ള ഉത്തരം കിട്ടും. അപ്പൊ തേ വരാൻ വവ്രിരേ, തേ വരാൻ വവ്രിരേ. ഈദൃശാൻ വരാൻ വവ്രിരേ, എങ്ങനെയുള്ള വരങ്ങളെയാണ് നേടിയത്? ഇഷ്ടാൻ വരാൻ വവ്രിരേ, ഇഷ്ടങ്ങളായിരിക്കുന്ന വരങ്ങളെ വവ്രിരേ, അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വരങ്ങളെ നേടി. അപ്പോ തേ ഇഷ്ടാൻ വരാൻ വവ്രിരേ. ഇനി ചോദിക്കുകയാണ് കസ്മാത്, ആരിൽ നിന്നാണ് നേടിയത്? കസ്മാത് വവ്രിരേ. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി ആശ്രിത വത്സലാത് എന്നുത്തരം കിട്ടി. അല്ലെങ്കിൽ അസ്മാത് എന്നുത്തരം കിട്ടും. രണ്ടും അതിന്റെ ഉത്തരം തന്നെയാണ്. അപ്പോ അത് രണ്ടും വിശേഷണ വിശേഷ്യങ്ങളാണ്. അസ്മാത് എന്നും ആശ്രിത വത്സലാത് എന്നുള്ളതും വിശേഷണ വിശേഷ്യങ്ങളായിട്ട് വരും. അപ്പോ ആശ്രിത വത്സലാത് അസ്മാത് ഇഷ്ടാൻ വരാൻ വവ്രിരേ. അതേപോലെ ഇഷ്ടാൻ എന്നും വരാൻ എന്നും പരസ്പരം വിശേഷണ വിശേഷ്യങ്ങളാണ്. ഒന്ന് വിശേഷണം, ഒന്ന് വിശേഷം. അതിപ്പോ ഏത് എങ്ങനെ വേണമെങ്കിലും വരം എന്നുള്ളതാണ്. വരാൻ എന്നുള്ളത് വിശേഷ്യം, ഇഷ്ടാൻ എന്നുള്ളത് വിശേഷണം. അങ്ങനെയാണ് വരിക. അപ്പൊ തേ അസ്മാത് ആശ്രിത വത്സലാത്, അല്ലെങ്കിൽ ആശ്രിത വത്സലാത് അസ്മാത് ഇഷ്ടാൻ വരാൻ വവ്രിരേ.
ഇനി ഉണ്ട് അടുത്ത ക്രിയാപദം എന്ന് പറഞ്ഞാൽ ല്യബന്ധമവ്യമായിട്ടുള്ളത്, അതെടുക്കാം. പ്രത്യക്ഷീകൃത്യ കിം കൃത്വ എന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്തിട്ടാണ് ഈ വരത്തെ നേടിയത്? കിം കൃത്വ ഇഷ്ടാൻ വരാൻ വപുരിരേ, എന്ത് ചെയ്തിട്ടാണ് ഈ വരത്തെ നേടിയത്? അപ്പോ അതിന്റെ ഉത്തരാണ് പ്രത്യക്ഷീകൃത്യ. പ്രത്യക്ഷീകരിച്ചിട്ട്, അതായത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്നർത്ഥം. പ്രത്യക്ഷീകൃത്യ, കൃത്യ, കൃത്യ എന്ന് മാത്രമായിട്ട് പറയില്ല, കൃത്വാന്നേ പറയുള്ളൂ. പക്ഷെ വേറെ പദങ്ങൾ പിന്നിൽ ഉണ്ടാവുമ്പോൾ അത് കൃത്യ എന്നായിട്ട് മാറുകയാണ്. കൃത്വ എന്ന് ഒറ്റയ്ക്ക് ആകുമ്പോൾ കൃത്വാന്നേ പറയാൻ പാടുള്ളൂ. പക്ഷെ ഈ പ്രത്യക്ഷി എന്ന് വന്നത് കൊണ്ടാണ് ആ കൃത്വ എന്നുള്ളത് കൃത്യ എന്ന് പറയാം. അല്ലാതെ പ്രത്യക്ഷി കൃത്വ എന്ന് പറയില്ല, പ്രത്യക്ഷി കൃത്വ എന്ന് പറയില്ല. അപ്പൊ അവിടെ ലിബന്ധം അവ്യമാവും. ഒറ്റയ്ക്ക് മാത്രമാണെങ്കിൽ ത്വാന്തം അവ്യം ആയിട്ട് കൃത്വ എന്നാണ് പറയാ. അപ്പൊ ഇവിടെ കൂടിയിട്ട് വരുമ്പോഴാണ് പ്രത്യക്ഷീകൃത്യ. അപ്പൊ കൃത്വ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട്. അക്ഷീകൃത്വ, അക്ഷീകൃത്യ എന്ന് പറയുമ്പോ അക്ഷീകൃത്യ, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അപ്പൊ അക്ഷീകരിച്ചിട്ട്, അക്ഷത്തിന് അതായത് കണ്ണിന്, അക്ഷിക്ക് പാത്രമാവുന്ന രീതിയിൽ ചെയ്തിട്ട് എന്നർത്ഥം. അപ്പൊ കണ്ണിന് പാത്രമാവുന്ന രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാല് കണ്ണിന്റെ ധർമ്മം കാണുക എന്നുള്ളതാണ്. അപ്പൊ കാണാൻ പാകത്തിന് ആയിട്ട് എന്നർത്ഥം. പ്രതി അക്ഷി എന്ന് പറയുമ്പോ അക്ഷിക്ക് നേരെ, അപ്പൊ കണ്ണിന് നേരെ വന്നിട്ട് എന്നർത്ഥം. അതാണ് പ്രത്യക്ഷീക. അങ്ങനെയാണ് ഈ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നതിന്റെ നേരെ അർത്ഥം ഈ പറഞ്ഞതുപോലെയാണ് വരിക. പ്രതി അക്ഷം, പ്രതി അക്ഷി, കണ്ണിന് നേരെ വരിക, അതാണ് പ്രത്യക്ഷീ. അങ്ങനെയാണ് പ്രത്യക്ഷീകൃത്യ, പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞത് ആ തരത്തിലാണ് വരിക. അപ്പൊ പ്രത്യക്ഷീകൃത്യ എന്ന് കിട്ടി. കം പ്രത്യക്ഷീകൃത്യ എന്ന് ചോദിച്ചു. കം, ആരെ പ്രത്യക്ഷീകൃത്യ, കം പ്രത്യക്ഷീകൃത്യ. അപ്പൊ അതിന്റെ ഉത്തരമാണ് വേദസം. അപ്പൊ വേദസ് എന്ന് പറഞ്ഞാല് ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. വേദസ്. നമ്മൾ ചിലര് ഈ സംസ്കൃതം പഠിക്കാത്തവര് മലയാളത്തില് ചിലപ്പം പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും വേദസ്. ഇതിന്റെ മുഴുവൻ ഓർമ്മ കിട്ടുന്നില്ല. വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങതെങ്ങെന്ന് തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു ഹതാശർ നമ്മൾ. ഉള്ളുണ്ടിയോ വള്ളത്തോളിന്റെ ഒരു മലയാള ശ്ലോകമുണ്ട്. അപ്പൊ വേദസ്, വേദാ എന്നാണ് രൂപം വരിക. ആ വേദസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ. അപ്പൊ കം പ്രത്യക്ഷീകൃത്യ, വേദസം പ്രത്യക്ഷീകൃത്യ, വേദസിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട്, ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട്. കഥം അല്ലെങ്കിൽ കേന എന്ന് ചോദിക്കുകയാണ്. എപ്രകാരമാണ്, എന്ത് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തപസാ, തപസാ പ്രത്യക്ഷീകൃത്യ, തപസാ. കീദൃശേന തപസാ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയുള്ള തപസ് കൊണ്ടാണ്? തീവ്രേണ തപസാ, തീവ്രേണ തപസാ, തീവ്രമായിരിക്കുന്ന തപസ് കൊണ്ട്. അപ്പൊ തേ തീവ്രേണ തപസാ, അവിടെ തൂ എന്നും കൂടി ചേർക്കാം. തേ തൂ കൂടി ചേർക്കാം. വേദസം പ്രത്യക്ഷീകൃത്യ ആശ്രിതവത്സലാത് അസ്മാത് ഇഷ്ടാൻ വരാൻ വവ്രിരേ എന്ന് നമുക്ക് അതിന്റെ അന്വയം കിട്ടി. അവിടെ തു എന്നുള്ളത് തേ എന്ന് കഴിഞ്ഞ ഉടനെ ചേർക്കാം. പിന്നെ ച എന്നുള്ളത് അവസാനം വവ്രിരേ ച എന്നും കൂടി ചേർക്കാം. നേടുകയും ചെയ്തു. വവ്രിരേ എന്ന് പറഞ്ഞാൽ നേടി. അപ്പൊ ച എന്നും കൂടി ആവുമ്പോൾ നേടുകയും ചെയ്തു എന്ന്. ഈ തേ തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ തേ, അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് പഠിച്ചിട്ടുണ്ട്. ആരാണ് എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞു? പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ.
ആസീത് അസ്യ അനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ കുംഭകർണനും രാവണനും കുംഭകർണനും വിഭീഷണനും പിന്നെ ഉണ്ടായി എന്ന് പറഞ്ഞു. തേ തൂ എന്ന് പറയുമ്പോൾ അവരാകട്ടെ എന്നർത്ഥം. അവര് ഉണ്ടായി. പുരാവിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസൻ ആസീത് അസ്യാനുജോ ഇവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് തേ തൂ അവരാകട്ടെ തീവ്രേണ തപസ തീവ്രമായിരിക്കുന്ന തപസ് കൊണ്ട് വേദസം പ്രത്യക്ഷീകൃത്യ ആശ്രിതവത്സലാത് അസ്മാത്. ആശ്രിതവത്സലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആശ്രിതന്മാരിൽ വത്സലൻ. ആശ്രിതന്മാരിൽ വത്സലനായിരിക്കുന്നയാളാണ് ആശ്രിത വത്സലൻ. വത്സലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വാത്സല്യം ഉള്ളയാളാണ് വത്സലൻ. വാത്സല്യം അസ്യ അസ്തി ഇതി വത്സല. വാത്സല്യം അസ്യ അസ്തി, വാത്സല്യം ഇദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ടതാണ് അദ്ദേഹം വത്സലൻ ആവുന്നത്. അപ്പോ ആശ്രിതേഷു ആശ്രിതന്മാരിൽ വാത്സല്യം അസ്യ അസ്തി ഇദ്ദേഹത്തിനുണ്ട്, അതാണ് ആശ്രിത വത്സല. അത് കിട്ടി. അപ്പൊ അതിന്റെ പ്രഥമ കിട്ടി. എന്നിട്ട് അതിന്റെ പഞ്ചമിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തസ്മാത് എന്ന് പറയാണ്. അതിനെ പഞ്ചമിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തസ്മാത് ആശ്രിത വത്സലാത് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് ഈ പദങ്ങള് കിട്ടിയാൽ അതിനെ വിഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇതേപോലെയാണ്. വിഗ്രഹിക്കുക. അപ്പോ ഇതില് ആശ്രിത വത്സലാത് എന്നുള്ളതാണ് അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റിയൊരു പദം ഉള്ളത്. ആശ്രിതേഷു ആശ്രിതന്മാരിൽ വാത്സല്യം അസ്യ അസ്തി ഇതി ആശ്രിത വത്സല തസ്മാത് ആശ്രിത വത്സലാത് എന്ന് കിട്ടുക. അപ്പൊ അങ്ങനെ വരാൻ ഇഷ്ടാൻ, ഇഷ്ടാൻ വരാൻ ഇഷ്ടാൻ അത് കൂടിച്ചേരുമ്പോഴാണ് വരാനിഷ്ടാൻ എന്നാവുക. അതിന്റെ കൂടെ അസ്മാത് ചേരുമ്പോഴാണ് വരാനിഷ്ടാൻ അസ്മാത്. അതിന്റെ കൂടെ ആശ്രിത വത്സലാത് ചേരുമ്പോഴാണ് വരാനിഷ്ടാൻ അസ്മാത് ആശ്രിത വത്സലാത് എന്ന് കിട്ടുക. അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേദസം വവ്രിരേച വരാനിഷ്ടാനസ്മാദാശ്രിത വത്സലാത്. ഇതിലെന്തെങ്കിലും സംശയങ്ങള് ചോദിക്കാനുണ്ടോ? കൂടുതൽ മനസ്സിലാവണ്ട അല്ലെങ്കിൽ മനസ്സിലാവാത്ത വിഷയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇഷ്ടാൻ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കീദൃശഃ വരാൻ എന്നാണോ? ഏതാണ് വരാൻ ഇഷ്ടാൻ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ? അതെ അതെ. താൻ വരാൻ എന്ന് ചോദിച്ചാൽ മതി. ഓ ദ്വിതീയ താൻ വരാൻ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ. കാൻ വരാൻ അത് കഹ് കൗ കേ കം കൗ കാൻ ദ്വിതീയ ബഹുവചനം. ദ്വിതീയ ബഹുവചനം. പിന്നെ കീദിഷാന്ന് പറഞ്ഞില്ലേ? ഇഷ്ടാൻ വരാന്നുള്ളതിന് കീദിഷാൻ എന്നുള്ള അതും വരാം. കീദൃശ അത് രണ്ട് ചോദ്യം ഇതിനെ പറ്റുന്നത് തന്നെയാണ്. കാൻ വരാൻ, കീദൃശാൻ വരാൻ. അപ്പൊ ഇഷ്ടങ്ങളായി എങ്ങനെ കീദൃശാൻ എന്നാകുമ്പോ എങ്ങനെയുള്ള വരങ്ങളെ എന്നായി, മറ്റേതാണെങ്കിൽ ഏത് വരങ്ങളെ എന്നായി. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ രണ്ട് ചോദ്യം ചോദിക്കാം. കം പ്രത്യക്ഷീകൃത്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പറഞ്ഞു. ഏതാണ്? കം പ്രത്യക്ഷീകൃത്യ എന്ന് പറഞ്ഞിട്ട് കം പ്രത്യക്ഷീകൃത്യ. കം പ്രത്യക്ഷീകൃത്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി വേദസം പ്രത്യക്ഷീകൃത്യ. പിന്നെ തപസ എന്നുള്ളതിനല്ലേ കിട്ടിയത്? അതെ, തപസ എന്നുള്ളതിന് എന്താ ചോദ്യം വരിക? കഥം വന്നായിരുന്നല്ലോ. ചോദിക്കാം. അപ്പോ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുത്തിയത്? അപ്പൊ തപസ. അതിന്റെ ഉത്തരം കഥം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം എങ്ങനെ, എപ്രകാരം എന്നൊക്കെയാണ്. അപ്പോ പിന്നെ കഥം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എപ്രകാരം എന്നുള്ള ചോദ്യം ചോദിച്ചാൽ തപസ്സിനാൽ എന്നുത്തരം കിട്ടും. അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം ഇതേ വിഭക്തി തന്നെ ചോദിച്ചാൽ മതി. കേന രക്ഷീകൃത്യ എന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല.
അപ്പൊ തപസാ പ്രത്യക്ഷീകൃത്യ അതേപോലത്തെ ഉത്തരം കിട്ടും. അതും ആവാം. ആയോണ്ടല്ലേ? അതെ അതെ. അതുകൊണ്ട് കേന എന്ന് ചോദിക്കാം. ഹരിയേട്ടാ കാൻ പ്രത്യക്ഷീകൃത്യ എന്ന് ചോദിച്ചൂടെ? ഏതാണ്? കാൻ പ്രത്യക്ഷീകൃത്യ എന്ന് ചോദിച്ചൂടെ? കേട്ടില്ല, ഒന്നും കേൾക്കണില്ല. കാൻ എന്ന് ചോദിച്ചാൽ പറ്റുന്ന ഒരു ഉത്തരം ഇതിനകത്ത് ഇല്ലല്ലോ, അല്ലേ? ഉണ്ടോ? ഇല്ല. വേദസഹ എന്നുള്ളത് ഏകവചനമല്ലേ? അപ്പൊ കമ്മല്ലേ പറ്റുള്ളൂ. വേദസം എന്നുള്ളത് ഏകവചനമാണ്. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ ചോദിക്കണത്. ആരെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണ് അത് നമുക്ക് അറിയാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. പ്രത്യക്ഷീകൃത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വചനത്തിലും ഏതിനും ഉപയോഗിക്കാമല്ലോ. അതെ, നമ്മൾക്കിപ്പോ ഈ നമ്മൾക്ക് കിട്ടിയ ഒരു ശ്ലോകത്തിനനുസരിച്ച് നമ്മൾ തന്നെയാണ് ഉത്തരം കണ്ടെത്തുന്നത്. ഇപ്പൊ നമ്മളിപ്പോ വേറൊരാളോട് ചോദിക്കുകയല്ല, നമ്മളോട് തന്നെയാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് തന്നെ കുറച്ച് അറിയുന്നവരാണല്ലോ ഈ ശ്ലോകം കൈകാര്യം ചെയ്യുക. അപ്പോഴ് ഇതിൻ്റെ അകത്തുള്ള ഉത്തരം ഇതിലുണ്ടോ എന്ന് നോക്കണം. ഉത്തരം കിട്ടാനുള്ള ഒരു ചെറിയൊരു വഴി എന്ന് മാത്രമാണ് ഈ ചോദ്യം ചോദിക്കല്. അല്ലാതെ തന്നെ ആവാം. പിന്നെ ചില കാര്യത്തിൽ ഈ ചോദ്യം ചോദിക്കൽ വേണ്ടി വരും. എല്ലാപ്പോഴും ഒന്നും വേണ്ട. ഒരു കിട്ടിയ ഉടനെ ഇതിന്റെ മുഴുവനായിട്ടും അന്വയിച്ച് ആക്കാൻ ഒരാൾക്ക് പെട്ടെന്ന് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്ന് മാത്രം, ഇല്ലാണ്ട് ഉത്തരം കിട്ടില്ല. കാരണം പ്രഥമ കർത്താവാദ്യം, കർമ്മം, പിന്നെ ക്രിയ, പിന്നെ എന്ന് പറഞ്ഞ ആ ഒരു ക്രമം മാത്രമായിരിക്കില്ലല്ലോ. അതിൽ കൂടുതലായിട്ടുള്ള വിഷയങ്ങളും ഉണ്ടാവും. കർത്താവിന് വിശേഷണങ്ങൾ ഉണ്ടാവാം, കർമ്മത്തിന് വിശേഷണങ്ങൾ ഉണ്ടാവാം, ക്രിയയ്ക്ക് വിശേഷണങ്ങൾ ഉണ്ടാവാം, അതിൻ്റെ ഇടയിലുള്ള ചില അവ്യയങ്ങൾ ഉണ്ടാവാം, ലിബന്ധം അവ്യയം പോലെയുള്ള അവ്യയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കർത്താക്കന്മാരും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ വരുമ്പോ നമുക്ക് നേരിട്ട് ഉത്തരം കിട്ടാനുള്ള ഒരു വിഷമമുണ്ടാവും. അപ്പൊ നമ്മൾ ചെറുതായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ അതിനകത്ത് ഉള്ളതിനനുസരിച്ച് തന്നെ ചോദിക്കണം. അതേ ഉള്ളൂ അതിന്റെ പ്രത്യേകത. ഇവിടെ കാൻ പ്രത്യക്ഷീകൃത്യ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ആകെ ഒരു ഉത്തരം വരാൻ എന്ന് മാത്രമാണ്. കാൻ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ വരാൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വരാൻ പ്രത്യക്ഷീകൃത്യ എന്ന് പറഞ്ഞുകൂടാ. അതാണ് വരാൻ എന്നാണ് കാൻ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം വരാൻ. പക്ഷെ അത് വൗറിരേ എന്നുള്ള ഇതിനാണ് കാൻ വൗറിരേ എന്ന് ചോദിക്കാൻ പറ്റുക. ഒരു സംശയം. ആയിക്കോട്ടെ. ഈ പഞ്ചമിയിലേക്ക് ആക്കുക എന്ന് പറഞ്ഞല്ലോ, ഏതാ? പഞ്ചമിയിലേക്ക് ആക്കണം എന്ന് പറഞ്ഞല്ലോ. പഞ്ചമിയിലേക്ക്. അത് എനിക്ക് അങ്ങോട്ട് മുഴുവൻ മനസ്സിലായില്ല. അതെ അതെ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ആശ്രിത വത്സലാത് എന്നുള്ള പഞ്ചമി രൂപമാണല്ലോ ഇപ്പൊ ഉള്ളത്. ആശ്രിത വത്സലാത് എന്നാണല്ലോ രൂപം ഉള്ളത്. അത് പഞ്ചമിയാണല്ലോ. അതെ അതെ അതെ. ആ ആശ്രിത വത്സലാത് എന്നുള്ള രൂപം എങ്ങനെ കിട്ടി എന്നുള്ളതിന്റെ ഉത്തരമാണ് ആ പോകുന്ന ആ ആശ്രിത വത്സലാത് എന്നുള്ള പഞ്ചമി രൂപം ആവാൻ വന്ന വഴികളാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ ആശ്രിത വത്സലാത് എന്നുള്ളതിന്റെ തൊട്ട് മുമ്പ് വരുന്ന രൂപം ആശ്രിത വത്സല എന്നുള്ള രൂപമാണ്. എന്നിട്ട് ആ ആശ്രിത വത്സല എന്നുള്ളതിന്റെ അതിനെ വിഗ്രഹിക്കുകയാണ്. വിശേഷമായിട്ട് ഗ്രഹിക്കുക, അതാണ് വിഗ്രഹിക്കുക. അപ്പൊ അതിലാണ് ആശ്രിതന്മാരിൽ വാത്സല്യം ഉള്ളയാൾ ആശ്രിത വത്സലൻ എന്നുള്ള അങ്ങനെ കിട്ടുന്നു. ആശ്രിതേഷു വാത്സല്യം അസ്യ അസ്തി ഇതി ആശ്രിത വത്സല എന്ന് കിട്ടി. അപ്പൊ അത് പ്രഥമ കിട്ടി. അപ്പൊ നമുക്ക് പ്രഥമ കിട്ടിയാ പോരാ, പഞ്ചമി കിട്ടണം. അപ്പൊ ആ പഞ്ചമിയിലേക്ക് എത്തിക്കാനാണ് തസ്മാത് എന്നുള്ള കൂടി ചേർത്തിട്ട് ആശ്രിത വത്സലാത് എന്ന്. ശരി ശരി, ആയിക്കോട്ടെ. ഇങ്ങനെയാണ് ഈ വിഭക്തി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ഈ വിഗ്രഹിക്കുക
പറഞ്ഞിട്ട് സാധാരണ പിന്നെ സ്കൂളിലും അല്ലെങ്കിൽ തന്നെ പൊതുവെ തന്നെ നമ്മുടെ പരീക്ഷകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് വിഗൃഹീത, വിഗ്രഹാർത്ഥം ലിഖത എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടാവും. വിഗൃഹീത, വിഗ്രഹിക്കുക എന്നാണ് മലയാളം വിഗ്രഹിക്കുക. അങ്ങനെ വിഗ്രഹിക്കുന്നതിൽ പെട്ട ഒരു വിഷയമാണ് ആശ്രിത വത്സല എന്നുള്ളത്. അങ്ങനെ പലതിനും ഉണ്ട്. അപ്പൊ ഇതില് അത്രേ ഉള്ളൂ. പ്രത്യക്ഷീകൃത്യ എന്നുള്ളതിനൊന്നും വിഗ്രഹിക്കാൻ പറയാം. അങ്ങനെ അതിലൊന്നും അങ്ങനെ വരാറില്ല. മിക്കവാറും ഇതേപോലെയുള്ള നാമരൂപങ്ങൾക്കാണ് വിഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് കാണാറ്. കഴിഞ്ഞ ഇതിലിപ്പോ ഏതിലെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ ശ്രീവത്സാങ്കിത വക്ഷത്വം എന്ന് വന്നിട്ടുണ്ടല്ലോ, അത് വിഗ്രഹിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ആദ്യത്തെ ശ്ലോകത്തില് ശ്രീരാമോദന്തം, അതിനെ വിഗ്രഹിക്കാം. ശ്രീ വാൽമീകി പ്രകീർത്തിനം, അതൊക്കെ നമ്മൾ നേരത്തെ വിഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴാണ് ഞാനതിനെ വിശദമായിട്ട് പറഞ്ഞത് എന്ന് മാത്രം. അത് ആ രൂപം ഉപയോഗിക്കുന്ന വഴി ഇന്നേ തരത്തിലുള്ളതാണ് എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. ചേട്ടാ തീവ്രേണ എന്നുള്ളത് തൃതീയ അല്ലേ? തൃതീയ ഏകവചനം. അതിന്റെ ക്വസ്റ്റ്യൻ കീദൃശ തപസ എന്നാണോ? അത് ശേന തപസ എന്ന് ചോദിക്കാം. ആ, ഓക്കെ ഓക്കെ കീദൃശേന തപസ. ഓക്കെ, മനസ്സിലായി. ഇതിലിപ്പോ തീവ്രേണ തപസ, അതുപോലെ ഇഷ്ടാൻ വരാൻ, അതൊക്കെ ഒന്നൊന്നിന്റെ വിശേഷണ വിശേഷ്യങ്ങളാണ്. ഒരേ വിഭക്തി ആയിരിക്കും. ഒരേ വിഭക്തി, ഒരേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശേഷണ വിശേഷങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരേ തരത്തിലുള്ളതായിരിക്കും എന്ന് നമ്മൾ നേരത്തെ ബാലപ്രബോധനത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്നർത്ഥം. വളരെ ലളിതമായിട്ടുള്ളൊരു പഠനമാണ് ശ്രീരാമോദന്തം. ഇതിപ്പോ ഒന്നിച്ച് അർത്ഥം പറയുമ്പോ അവരാകട്ടെ തീവ്രമായ തപസ്സിനാൽ ആശ്രിതവത്സനായ പരമാത്മ നിന്ന് ഇഷ്ടവരങ്ങൾ നേടി. അതെ, അവരാകട്ടെ തീവ്രമായിരിക്കുന്ന തപസ് കൊണ്ട് വേദസ്, അതായത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ആശ്രിത വത്സലനായിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് ഇഷ്ടങ്ങളായിരിക്കുന്ന വരങ്ങളെ നേടുകയും ചെയ്തു എന്ന് പറയാം. അവരാകട്ടെ ഏതിലകാരാണ് അത്? ഏതാ? ലിട്ടാണോ? ഏതാ? വവ്രിരെ. വവ്രിരെ എന്നുള്ളത് ലിട്ടാണ്. ലിട്ടല്ലേ? ലിട്ട്. വവ്രേ, വവ്രാതേ, വവ്രിരേ, വവൃഷേ, വവ്രാധേ, വവൃഢ്വേ, വവ്രേ, വവൃ വഹേ, വവൃ മഹേ. ലിട്ട് ലകാരം ഭൂതകാലാർത്ഥമാ അല്ലേ? അതെ, ഭൂതകാലാർത്ഥം. ഭൂതേ ലങ് ലുങ് യടസ്തഥ. ചോദ്യം എന്താ ഹാൻഡ് റൈസ് ചെയ്തത്? എന്താ കാരണം ഉണ്ടായിരുന്നു? അപ്പൊ ലിട്ട് പ്രഥമ പുരുഷൻ ബഹുവചന അല്ലേ? അതെ, പ്രഥമ പുരുഷൻ ബഹുവചനം.
അപ്പൊ നമ്മൾ പഠിച്ച 3 ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കുക. ഒന്ന് ചൊല്ലി നോക്കല്ലേ നമുക്ക്? അതും കൂടി ഒന്ന് ഇങ്ങനെ ആരാ ചൊല്ലി നോക്കുന്ന? 3 ശ്ലോകങ്ങള് 3 ഉള്ളൂ. ആ ആയിക്കോട്ടെ, ശരി. അസ്തു. നമസ്തേ. ശ്രീരാമോദന്തം. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാത്മീകി പ്രകീർത്തിതം. പുരാ വിസ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസഃ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണൗ. തേ തു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേച വരാനിഷ്ടാൻ അസ്മാദാശ്രിതവത്സലാത്. അസ്തു, സമീചീനം. അനന്തരം ഏകഃ വാ ഏകോ ഏകഃ വാ ഏകാ വാ. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീരാമോദന്തമാഖ്യാസ്യേ ശ്രീവാത്മീകി പ്രകീർത്തിതം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസഃ ആസീദസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണം. തേ തു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വവ്രിരേച വരാനിഷ്ടാൻ അസ്മാദാശ്രിതവത്സലാ. അസ്തു. ഇതാനി ശ്ലോകത്രയം അസ്മാഭിः कृतमस्ति. अनन्तरं बालप्रबोधनम् एकवारं पठामः किल? बालप्रबोधनम् एकस्मरणार्थं तदपि अद्य कुर्मः. ഇതുവരെ ചെയ്യാത്ത ഒരാളായാൽ കുറച്ചുകൂടി നല്ലത്. കൂടുതൽ അല്ലെങ്കിൽ ധാരാളമായിട്ട് ചൊല്ലിയവർ വേണ്ടാന്നർത്ഥം. റെക്കോർഡിംഗ് ഓഫ് ചെയ്യാലോ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.